ഈ കള്ളോ കഞ്ചാവോ മറ്റോ കഴിച്ചിട്ടുണ്ടെങ്കിലേ അത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നായത്. സത്യമായിട്ട് ശാലിനി അങ്കിളുടെ വീൽ ചെയർ എന്റെ പിന്നാലെ വന്നു. വീൽ ചെയർ പിന്നാലെ വന്നോ? ആ സത്യമായിട്ടും അങ്കിൾ ഇല്ലായിരുന്നു, വീൽ ചെയർ തനിയെ വന്നതാ. നീ ഇന്ന് കണ്ട സിനിമ ഏതാ? മണിച്ചിത്രത്താഴോ? അയ്യോ അല്ല ശാലിനി, സത്യമായിട്ടും. മര്യാദക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് ഈ മേടിക്കും. കിടന്നുറങ്ങടി. അയ്യോ ശാലിനി, അത് വരുന്നുണ്ട്. അയ്യോ അതിങ്ങോട്ടാ വരുന്നത്. ശാലിനി ഇവിടെ തന്നെ കിടക്കണേ. അയ്യോ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും. എന്താ? ഇങ്ങോട്ട് വാ. സുസ്മിത, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. വാ 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 വാ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തീ കാണിക്കുന്നത്? അതെനിക്കൊരു മുത്തകവ് തരോ? സുസ്മിത, അവിടെ തല പൊക്കില്ല. അപ്പോ ആ വീൽ ചെയറില് ഞാൻ ചോദിച്ച സാധനം കിട്ടിയില്ല. അതാ വേണ്ട. നാളെ നമ്മുടെ ദാമ്പത്യ പൂജയ്ക്ക് പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ട് പ്ലീസ് 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 ഒരെണ്ണം. അയ്യോ അർജുനൻ, ഫൽഗുനൻ. ഒന്ന് ഇവിടെ കിടക്കാൻ പോവാ. അയ്യടാ ഇങ്ങനെ ഇപ്പൊ ഇത് മതി. പോ പ്ലീസ്. നാളെ ഇപ്പൊ പോ. ഇപ്പൊ തന്നെ പോ. നാളെ തരാം. ചെല്ല. വാ. ചെല്ല. ഒരെണ്ണം. ചേട്ടാവേ, ഒരെണ്ണം.
വിഷ്ണു വിഷ്ണു എടാ വിഷ്ണു അമ്മ അമ്മ എന്താ അമ്മ? നീ ഇവിടെയാണോ കിടക്കുന്നത്? അത് ഞാനിന്ന് ഇവിടെ കിടന്നേ. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. അതെന്താന്നറിയാമോ, ഞാൻ വാഷ്റൂമിൽ പോയി, പിന്നെ തല വെച്ച് കിടക്കാൻ പില്ല് എടുക്കാൻ പോയി. അല്ലമ്മ, അമ്മ എന്താ ആലോചിക്കുന്നേ? നീയാണോ നേരത്തെ ഇവിടെ ലൈറ്റ് ഇട്ടത്? നേരത്തെ ലൈറ്റ് ഇട്ടു, പിന്നെ ഇപ്പോഴും ലൈറ്റ് ഇട്ടു. അത് നേരത്തെ ലൈറ്റ് ഇട്ടപ്പോ ഓഫ് ചെയ്യാൻ മറന്നപ്പോഴേ ഇപ്പൊ ലൈറ്റ് ഇട്ടതാ. എന്തമ്മ? ഒന്നുമില്ല. ആ എന്തമ്മ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അമ്മ നോക്ക്. നിക്ക. എങ്ങോട്ടാ നീ ഇവളെയും കൂട്ടി? അത് പ്രീതിക്ക് അമ്പലത്തിലൊന്ന് പോണെന്ന് പറഞ്ഞമ്മേ. അമ്പലത്തിലോ? അതിനെന്താണാവോ ഇപ്പൊ വിശേഷം? അത് ദാമ്പത്യ പൂജയുടെ ദിവസമല്ലേ അമ്മയെന്ന്. സത്യാമ്മയുടെ വീട്ടിൽ പൂജയ്ക്ക് പോകാനോ അമ്മ അനുവദിച്ചില്ല. അമ്പലത്തിൽ പോയി മനസ്സോർന്നൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും അവസരം തരണമെന്ന് ഇവള് പറഞ്ഞപ്പോ ഞാൻ കരുതി. വിടില്ലമ്മേ. ശരി, പോയിട്ട് പെട്ടെന്ന് വാ. വാ, ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മ സമ്മതിക്കുന്നു. അച്ഛാ, നിങ്ങൾ നേരത്തെ ഇറങ്ങിയോ? സത്യമ്മ പൂജ തുടങ്ങിയിട്ട് വരാന്നാ പറഞ്ഞേ. കൂടാതെ ദുശോധനം ഉണ്ടാവുമല്ലോ സുസ്മിത. ഈ കാർന്നോരെ ഞാൻ. അതെ, അച്ഛനോട് പറഞ്ഞേക്കട്ടെ. ആ പറഞ്ഞേക്ക്, സന്തോഷമുള്ള കാര്യല്ലേ. എന്താ മോളെ? അത് പൂജ എനിക്ക് മാത്രമല്ല അച്ഛാ, ശാരികേച്ചിക്കും പ്രീതിക്കും ചെയ്യുന്നുണ്ട്. പ്രീതിക്കോ? പ്രീതിക്കോ? അതെ അച്ഛാ, മക്കൾക്ക് മാത്രമല്ല മക്കളുടെ സ്ഥാനത്തുള്ളവർക്കും ദാമ്പത്യ പൂജ ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ട് അമ്മ അറേഞ്ച് ചെയ്തതാ. മനസ്സിലായി മോളെ. വസുമതി തടസ്സം നിൽക്കുമെന്ന് മനസ്സിലാക്കി മോളത് ആരും അറിയാതെ അറേഞ്ച് ചെയ്തു അല്ലേ? ഓരോ നിമിഷവും നീ എനിക്ക് മുന്നിൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ മോളെ. അല്ല, ഇറങ്ങാം, ലേറ്റ് ആവണു, പോവാം. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ഞാനേ അതൊന്ന് എടുത്തിട്ട് വരാം. എന്താ? അതെ, ഇപ്പൊ വന്നു. അയ്യോ, ആന്റിക്ക് ബോറടിച്ചോ? ഞാൻ വിളിച്ചത് ആന്റി ഇന്ന് വരുന്നുണ്ടോന്ന് അറിയാനാ. എവിടെ വരുന്നുണ്ടോന്ന്? ശാരദാമ്മയുടെ വീട്ടിൽ. അവിടെ ഇന്ന് ദാമ്പത്യ പൂജയല്ലേ? അവിടെ എന്തോ നടക്കട്ടെ, ഞാൻ എന്തിനാ വരുന്നേ? സ്വന്തം മകന്റെയും മരുമകളുടെയും ദാമ്പത്യ പൂജയ്ക്ക് ആന്റി ഇല്ലാതിരുന്നാ അത് മോശമല്ലേ? എന്ത്? നീ എന്താ പറഞ്ഞേ? എന്താ ആന്റി? നീ എന്താ പറഞ്ഞെന്ന്? ആരുടെ ദാമ്പത്യ പൂജയെന്ന്? അർജുന്റെയും പ്രീതിയുടെയും. ആന്റിയോട് അവര് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ സോറി ആന്റി, ആന്റിയോട് അവര് പറഞ്ഞില്ലെങ്കി ആന്റി വരണ്ടാന്ന് കരുതിയാവും. എങ്കി ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ആന്റി ഒന്നും കേട്ടിട്ടുമില്ല. മാലപ്പടക്കത്തിന് തീ കൊളുത്തി കഴിഞ്ഞു. ആ മിട്ട് പൊട്ടുന്നത് ഇനി ശാരദാമ്മയുടെ വീട്ടിൽ.
പോവായിരുന്നല്ലേ രണ്ടും കൂടി. പൂജ നടത്തുന്നുണ്ട് വസുമതി. പ്രസാദം വാങ്ങാൻ തയ്യാറായിക്കോ. വരൂ. വരുമ്പോ പ്രീതി അർജുനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയെന്നെ സത്യാമ്മയ്ക്ക്. എന്റെ മക്കളെ പോലെ പൂജ നടക്കേണ്ടതല്ലേ അവർക്കും. ആരാ വരുന്നേ നോക്കി. ആഹാ, പ്രീതി, ശാലിനി, അർജുനേട്ടാ. വാ മോളെ ശാരദാമ്മേ. വാ, വിഷ്ണു അല്ല, എങ്ങനെ രക്ഷപ്പെട്ടു തട പറയുന്നു? ചുമ്മാ ഒരു കള്ളം പറഞ്ഞു, അമ്പലത്തിൽ പോണമെന്ന്. വക്കീലല്ലേ, കള്ളം പറഞ്ഞില്ലെങ്കിലല്ലേ ഉറക്കം വരാതുള്ളൂ. ദേ, പ്രൊഫഷനെ കയറി പിടിക്കല്ലേ ലെക്ചർ സാറേ. ഓഹോ, നിങ്ങളൊക്കെ ജോലിക്ക് പോയില്ലേലും ശമ്പളം കിട്ടുന്നവരാ. ഞങ്ങളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇര തേടി ഭക്ഷണത്തിനുള്ളത് കണ്ടുപിടിക്കണം. ആ അതുള്ളതാ. പക്ഷേ അതിലും ഭേദം വിഷ്ണുവിന്റെ ജോലിയാ. കാലുമേ കാലും കയറ്റി വെച്ച് ചുമ്മാ തങ്ങിരുന്നാ മതി. ആൾക്കാര് പണം പലിശയായിട്ട് കാണിക്കായിട്ട് കൊണ്ടുവന്നിട്ടോളും. രാജീവ് സാറേ, വെറുതെ എന്റെ ഭർത്താവിനെ കുറ്റം പറയണ്ട. പുള്ളിക്കാരനും അധ്വാനിച്ച് തന്നെയാ പണം ഉണ്ടാക്കുന്നത്. നമ്മളില്ലേ. കണ്ടോ പ്രീതി, ഹസ്ബൻഡിനെ പറഞ്ഞപ്പോ ചൊറിഞ്ഞു. ഈ സ്നേഹം കണ്ടാ മതി എപ്പോഴും. അതൊക്കെ ഇനി എപ്പോഴും ഉണ്ടാവും. ദാമ്പത്യ പൂജയല്ലേ നടക്കാൻ പോന്നേ. ഈ സാധനം എന്താ അമ്മയൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. ശാരദാമ്മേ, നമസ്കാരം. നമസ്കാരം തിരുമേനി. എന്താ തിരുമേനി വൈകിയത്? വൈകിയെന്ന് പറയാൻ പറ്റില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിന് ഇനിയുമുണ്ടല്ലോ സമയം. അമ്പലത്തിൽ ചില അടിയന്തര പൂജകളുണ്ടായിരുന്നു. നിങ്ങൾ ദാമ്പത്യ പൂജയ്ക്ക് വിളിക്കാൻ വീട്ടിൽ വരുമ്പോ ഞാൻ ഇല്ലാതെ പോയി സത്യാമ്മേ. നീ എന്നും ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടാവണം. അല്ലാത്തവരെ ചങ്ങലക്കിട്ട് പൂട്ടണം. അമ്മേ, സത്യമേ, എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോന്നറിയില്ല. എന്നാലും പറയാം. പ്രായവും പക്വതയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ആ സംഭവത്തിൽ ഏറ്റവും പക്വത കാട്ടിയത് വസുമതിയോ സത്യാമ്മയോ ഒന്നുമല്ല. പ്രായത്തിൽ കുറവുള്ള ഈ പ്രീതിയാ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവ് കാട്ടിക്കൊടുക്കുന്നതാ സ്വന്തം വീട്. അവരുടെ അച്ഛനമ്മമാരോടുള്ള പരിഗണന കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം അച്ഛനമ്മമാരോട് പോലും. അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തിനാ ഞാൻ ഈ ചടങ്ങിന് വന്നേന്ന്. അതെ അമ്മേ, വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ദാമ്പത്യ പൂജ നടക്കുക എന്ന് പറഞ്ഞാ ഈ സുസ്മിത കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് തുല്യ. അത് അവരെനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടുക്ക് അവരുടെ കഴുത്തിൽ തന്നെ എങ്ങനെയാ ചെന്ന് വീഴുന്നതെന്ന് കണ്ടോ അമ്മ? മാതൃസ്ഥാനത്ത് ആരാണ്? ഞാനാ തിരുമേനി. ഓ,
സ്ഥിരശക്തിയുള്ള പൂജയാ. പൂജ മുടങ്ങുകയോ പൂർണ്ണമാകാതിരിക്കുകയോ ചെയ്ത മാതൃസ്ഥാനത്തുള്ള ആൾക്ക് അപകടം സംഭവിക്കുന്ന വിശ്വാസം. സത്യമേ ആന്റി, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, ഇവളെങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടുമെന്ന്. നല്ലതല്ലേ, അവള് കണ്ടു നിൽക്കട്ടെ ദാമ്പത്യ പൂജ. ഒരു മിനിറ്റ്. ഹലോ. ആ ഹലോ, എടാ അവിടെ പൂജയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ മാവാ. ആ എന്നാ നീ വീട്ടിലോട്ടൊന്ന് ചെല്ലുവോ? എന്താ മാവാ? ആ എനിക്ക് പുറത്തോട്ടൊന്ന് വരേണ്ടി വന്നു. നിന്റെ അമ്മയുടെ ഹൃദയത്തിനുള്ള മരുന്ന് തീർന്നു. അത് വാങ്ങാൻ വന്നപ്പോ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ഇല്ല. മെഡിക്കൽ കോളേജിനടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മാവാ, ഞാൻ അവിടുന്ന് പോരുന്നത് വരെ പറഞ്ഞില്ലല്ലോ ഈ മരുന്നിന്റെ കാര്യം. നീ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ ഗുളിയെടുത്ത് കൊടുക്കാൻ പോയത്. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലേ. ഒന്നാമതേ ഹൃദയത്തിന് വയ്യാതിരിക്കുക. ഈ എപ്പോഴാ ഏതാ എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ. ഞാൻ പൊക്കോളാം. ശരി ശരി. ആ എങ്ങനെയുണ്ട് വിജയന്റെ ബുദ്ധി? പൊളിച്ച് കൃഷ്ണകുടി ചേട്ടാ, ഇതോടെ ശാരിക തീർന്നു. അമ്മേ, സാരമില്ലമ്മേ. അമ്മ നല്ലത് ഉദ്ദേശിച്ച് ചെയ്തതല്ലേ. എന്നാലും മോളെ, ശരിയെ എനിക്ക് പോണം. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. എന്നാ ഞാനും കൂടി വരാം സാർ. അത് ശരിയാവില്ല. ഈ അവസ്ഥയിൽ ഇയാൾ അമ്മയുടെ കൂടെ അല്പസമയം ചെലവഴിക്കേ. ശാലിനിക്ക് ഒരു പ്രത്യേക നന്ദി പറയാൻ ആന്റി. ആന്റിക്ക് ഇത്രയും സൽപ്പേരും ആദരവും ഒക്കെ സമ്മാനിച്ചതല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന സുസ്മിതേ? ആന്റിയോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് നേരെ പറഞ്ഞു തീർക്കണം. അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കല്ല വേണ്ടത്. വിഷ്ണുവേട്ടൻ ചൂടാവാതെ. സ്വന്തം അമ്മയെ അപമാനിക്കപ്പെട്ടെന്ന് മറക്കരുത്. പ്രീതിയെ വസുമതി ആന്റി ദാമ്പത്യ പൂജയ്ക്ക് വിടാത്ത കാര്യം ഇവക്കറിയാം. അതിനു പകരം സ്വന്തം വീട്ടിൽ പൂജ വെച്ച് ഇവൾ പ്രീതിയെ ക്ഷണിച്ചു. അത് കാണാൻ ആന്റിയെയും ക്ഷണിച്ചു. വസുമതി ആന്റിയോട് കള്ളം പറഞ്ഞ് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അർജുനെ വിളിച്ചു പറഞ്ഞു. ആന്റി
അമ്മയെ അപമാനിക്കാനും താറടിക്കാനും ഒരു വേദി ഒരുക്കുകയായിരുന്നു ഇവളുടെ ലക്ഷ്യം. ഇവളത് നിഷ്പ്രയാസം സാധിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? സുസ്മിത, നീ ഒരുപാട് സംസാരിക്കാൻ കേട്ടാ. നിന്നോട് നിർത്ത. എല്ലാം എനിക്ക് മനസ്സിലായി. പ്രീതിയുടെ നന്മയെ കരുതി ഇവൾ അവരെ വിളിച്ചു വരുത്തിയെന്നാ ഞാൻ കരുതിയത്. പൂജ മുടക്കി അവളുടെ ജീവിതം നശിപ്പിക്കാനും എന്നെ അപമാനിക്കാനും വേണ്ടിയാണെന്ന് സംശയിച്ചതേ ഇല്ല ഞാൻ. അമ്മ ശാലി എന്ത് ചെയ്തെന്നാ? ചെയ്തത് എന്താണെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വട്ടിപ്പലിശക്കാരിയെന്നും മനസാക്ഷി ഇല്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോ നീ അടക്കമുള്ളവർക്ക് കേട്ടു നിൽക്കേണ്ടി വന്നു. അതും പോട്ടെ, മറ്റൊരാള് കാരണം എന്റെ മകളുടെ കണ്ണീര് എന്റെ മുന്നിൽ വീണു. സത്യഭാമയുടെ മരണമാണത്. സത്യാമ്മേ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മനസ്സിലായി ശാരദാമ്മേ. നിങ്ങളും കൂടി ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, സ്ത്രീരൂപം പൂണ്ട വിഷവിത്ത ഇത്. എന്റെ വീട്ടിലേക്ക് തന്നെ ഇവളെ സമ്മാനിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോള് വന്നേ, വാ. നിങ്ങൾ രണ്ടും വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്? നിന്നെ അപമാനിക്കാൻ വേണ്ടി ശാലിനി ഒന്നും ചെയ്തിട്ടില്ല. ഇവൾ എന്ത് ചെയ്താലും അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇവൾ വഴി നിനക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. നേരത്തെ അവളത് തെളിയിച്ചിട്ടുണ്ടല്ലോ. തനി തങ്കമാണെങ്കിൽ നിന്ന നിപ്പിൽ എടുത്തുകൊണ്ടുപോയി പൂജാമുറിയിൽ വെക്ക്. എന്നിട്ട് വെച്ചാരാധന നടത്ത. സത്യഭാമ മറ്റുള്ളവർക്ക് മുന്നിൽ മാനം കെട്ടവളായാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. എന്താ ഭാമ ഇത്? ഇവള് കാരണം ഞാൻ ഭൂമിയോളം താഴ്ന്നു നിൽക്കുക. ഭർത്താവ് കൂടി ചേർന്ന് അതിനപ്പുറത്തേക്ക് എന്നെ ചവിട്ടി താഴ്ത്തരുത്. ഭാമ, ഞാൻ പറഞ്ഞത് തൃപ്തിയായി രാഘവേട്ട, തൃപ്തിയായി. അമ്മ കരുതുന്ന പോലെ മതി. പൊളിച്ചു. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, ആര് വരുന്ന കാര്യം ശാലിനി പറയുന്നത്? സുസ്മിതയ്ക്ക് കടിഞ്ഞാണിടാൻ ഒരാൾ. പക്ഷെ ആര്? എവിടുന്ന്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ആളിവിടെ എത്തിക്കഴിഞ്ഞെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നു. എന്നെ പ്രേമിച്ചിട്ട് തേച്ച് കടന്നു കളഞ്ഞു അല്ലേ വഞ്ചകി? എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. സുസ്മിതേ, നീ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. നിന്നെ വിടില്ല ഞാൻ.
ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, ആളിനി എപ്പോ വരുന്നോടി ചോദിക്കുക ഇയാളുടെ 6th സെൻസിനോട്. അതും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത്തവണ സുസ്മിതയ്ക്ക് പണി കിട്ടിയിരിക്കാം. 8ന്റെ അല്ല, 80ന്റെ പണി. എന്താണ് പരിപാടി? ഞാനേ ഒരു ബോംബ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നാ ഞാനോട് സഹായിക്കാം. എന്തിന് ബോംബ് ഉണ്ടാക്കാനാ? എടോ, ഒരു ചെറിയ രീതിയിൽ അതുകൂടി നോക്കാന്നേ. ഈ 7ാം ക്ലാസ്സിൽ വെച്ച് ഒരു ഏറുപടക്കം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്തിന്? അത് പിന്നെ ഹോംവർക്ക് ചെയ്യാതെ പിടിച്ചു കഴിക്കുക, കണക്ക് മാഷിനെ മൂട്ടിൽ വെച്ച് പൊട്ടിക്കാൻ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ചെലവായത് മിച്ചം. സത്യാമ്മയാണോ ഏറുപടക്കം ഉണ്ടാക്കാൻ പണം മുടക്കിയത്? അല്ല, എടോ, മാഷിന് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണ്ടേ? ശരിക്കും ഉള്ളതാണോ ഈ പറഞ്ഞത്? ചേടാ, എടോ, ഈ ബോംബ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇയാള് വിചാരിക്കണ സിമ്പിൾ ആടോ. എന്ന് വെച്ചാ ഇപ്പൊ എന്താ പറയാ, ഒരു ബാറ്ററിയും 2 വയറും വെച്ച് തുടങ്ങിയാൽ മതി. ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ട് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി തരാം ബോംബ്. ഒന്നും വേണ്ട. ഞാനേ കോഫി ഉണ്ടാക്കട്ടെ. താഴെ മത്തങ്ങ. അല്ല, വേണമെങ്കിൽ ഞാൻ സഹായിക്കാട്ടോ. പതിവില്ലാതെ ഇയാൾ എന്തിനാ ഇവിടെ കിച്ചണിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? അത് പിന്നെ ഈ ദാമ്പത്യ പൂജ കഴിഞ്ഞ സകല സമയവും ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുങ്ങിയതൊരു ദിവസമെങ്കിലും. ഓ, അതിനിടയിൽ അവര് തമ്മിൽ എല്ലാം പങ്കുവെക്കണം. എല്ലാം എന്ന് വെച്ചാ? അതെന്താന്ന് വെച്ചാല് എന്താ പറയാ, ഈ സുഖവും സന്തോഷവും സങ്കടവും ഒക്കെ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. എന്റെ പൊന്നു മോനെ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. അല്ല, ഇയാളെന്തേ നോക്കുന്നേ? ഇതെവിടെ പോയി? അതെ, ഇതാണോ? എന്റെ നടു. എന്റെ നടു. എന്റെ നടു പോയി. മോളെ, കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ? എന്റെ അമ്മേ, എന്റെ നടു പോയ ആന്റി. ഇപ്പൊ മനസ്സിലായില്ലേ സുസ്മിത, എണ്ണ വീണത് തന്നെയാണെന്ന്? പതുക്കെ മതി. എന്റെ കൈ. എന്തൊരു വേദന. ഒരു കൈ തന്ന് സഹായിക്കാൻഡി. എന്നിട്ട് വേണം നിന്റെ ദേഹത്ത് ഞാനും കൂടെ എടുത്തടിച്ച് വീഴാൻ. ആന്റി, തനി എഴുന്നേറ്റ് വാ. കുഴമ്പോ ബാമോ മറ്റോ പുരട്ടി തരാൻ ഞാൻ പൊന്നിയോട് പറയാം. കയ്യേ വല്ലാത്ത വേദന. തന്നെ എഴുന്നേക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്ക്. നമസ്കരിക്കുക. അയ്യോ, അങ്ങനെ ഇറങ്ങി പോക്കോ.
പതുക്കെ വീണ വിളിക്കണേ. എന്റെ മകളുടെ ജീവിതം തകർത്തിട്ട് എന്റെ മകനെയും കെട്ടിപ്പിടിച്ച് കളിക്കുക നീ അല്ലേ? അല്ലടി? അമ്മ അത് ഞാൻ നോക്കിക്കോ, എന്റെ പ്രീതി അവിടെ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി അനുഭവിച്ചിരിക്കും നീ ഇവിടെ. അനുഭവിപ്പിച്ചിരിക്കും ഈ ഞാൻ. ഇതേ സത്യഭാമയുടെ വാക്കാ. ഹലോ അമ്മേ. മോളെ എങ്ങനെയുണ്ട് അവിടെ? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ. സത്യം പറയുന്നേ, നിന്നെ അവള് വഴക്കു പറഞ്ഞോ? ഇല്ലമ്മേ. മോളെ, ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് അത്രയും അഴിഞ്ഞാടിയവള് അവിടെ എത്തിയപ്പോ അങ്ങ് പുണ്യവതിയായോ? എടി, അമ്മയുടെ സത്യം പറ. അമ്മയ്ക്ക് അപ്പോഴത്തെ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. ഇവിടെ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞൂല്ല. ഞാനിത് വിശ്വസിക്കണം അല്ലേ? കുറച്ച് ദൂരത്തായതുകൊണ്ട് എനിക്കിപ്പോ അങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. പ്രീതിയാണെന്ന് തോന്നല്ലോ ഫോണിൽ. ആര് പറഞ്ഞു അമ്മ ദൂരെയാണെന്ന്? അമ്മയെ ഞാൻ കൂടെ കൊണ്ട് നടക്കുക, എന്റെ നെഞ്ചിനുള്ളിൽ. നെഞ്ചിനുള്ളിലാക്കണ്ടടി, തലയെ കെട്ടിച്ചു വന്നോട് നടന്നാ മതി. കല്യാണം കഴിച്ച പെൺമക്കളെ വിളിക്കുമ്പോ സാധാരണ അമ്മമാർക്ക് എന്ത് സന്തോഷാണെന്നറിയോ? പക്ഷേ ആന്റിയുടെ മുഖം കണ്ടിട്ട് എനിക്കും കൂടി സങ്കടം തോന്നുന്നു. ഇതുപോലെ മക്കളെ കാണുമ്പോ സങ്കടപ്പെടുന്ന വേറൊരു മുഖം ഞാൻ കണ്ടിട്ടുള്ളൂ, ശാരദാമ്മയുടെ. മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ച ശേഷം പലതവണ ശാരദാമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കണ്ണീരോടെ അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അതിന്റെയൊക്കെ പിഴ ഒടുക്കിക്കൊണ്ടിരിക്കുക ആന്റി ഇപ്പോ. ആ അയ്യോ, ദൈവം കണക്ക് തീർത്തെന്നോ വിധിയെന്നോ ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് ആന്റിക്കുള്ളൊരു കെണിയാ, ശാലിനി ഒരുക്കിയ കെണി. ഓരോ തവണയും അവളുടെ അമ്മയുടെ പൂങ്കണ്ണീർ ഇവിടെ വീഴുമ്പോ അവള് മനസ്സാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആന്റി, അതിന് പകരം വീട്ടാൻ. അതിനുവേണ്ടി അവള് പ്രീതിയെ ഒരു കരുവാക്കി. പുത്രി ദുഃഖം എന്താണെന്ന് ആന്റിയും കൂടെ ഒന്ന് അറിയണമല്ലോ. ശാലിനി ചരട് വലിക്കുമ്പോ ആടുന്ന ഒരു പാവയെ പോലെയാണ് പ്രീതി ഇപ്പോ. അതിന്റെ ഫലം ആ പാവ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഗർഭം കൂടി ഏറ്റെടുക്കാൻ ആത്മാർത്ഥത കാണിച്ച ശാലിനിയെ പ്രീതി എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവളുടെ ആ ഏറ്റെടുക്കൽ പോലും കാപട്യമായിരുന്നെന്നാ എനിക്ക് തോന്നുന്നേ. താലികെട്ടിന്റെ സമയത്ത് കറക്റ്റായി തലകറങ്ങി വീഴാൻ അവള് പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നഷ്ടം ഉണ്ടായത് ആർക്കാ? എന്റെ ജീവിതം പോയത് സാരമില്ല. ആന്റിയുടെ മാനാഭിമാനങ്ങളല്ലേ അവള് പൊതുമധ്യത്തിൽ വലിച്ചു കീറിയത്. അതിന്റെ ആവർത്തനം തന്നെയല്ലേ ഇന്നും ഉണ്ടായത്. ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് ദാമ്പത്യ പൂജ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അപകടം മണക്കേണ്ടതായിരുന്നു ആന്റി. അർജുനേട്ടനെയും പ്രീതിയെയും പൂജയ്ക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം വസുമതി ആന്റിയോട് പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ ശാരദാമ്മ? ഇവിടെ വന്ന് വിഷ്ണുവേട്ടനെ ശാലിനിയെ മാത്രമല്ലല്ലോ അവര് ക്ഷണിച്ചത്, ഭാമാന്റെയും വിളിച്ചില്ലേ? ആ
ആ മര്യാദ എന്താ അവര് വസുമതി ആന്റിയോട് കാണിക്കാത്തത്? പകരം ആരോടും പറയാതെ വരണമെന്ന് അർജുനോടും പ്രീതിയോടും പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വസുമതി ആന്റിക്ക് പകരം ആന്റിക്കായാലും ദേഷ്യം തോന്നില്ലേ? വസുമതി ആന്റി അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാണ്ടി. ആന്റിയെ പൂജയ്ക്ക് വിളിച്ചവർ തന്നെ. വസുമതി ആന്റി അവിടെ എത്തുമ്പോ അർജുനേട്ടനെയും പ്രീതിയെയും കണ്ട് ആടി പൊട്ടുമെന്ന് ശാലിനിക്കറിയാം. അതെല്ലാം പ്ലാൻ ചെയ്തത് ആന്റിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ ആന്റിയെ പ്രത്യേകം ക്ഷണിച്ചോണ്ട് പോയത്. അല്ലാതെ ആന്റിയോടുള്ള സ്നേഹം കൊണ്ടാ. ആന്റി ഒരു പാവമായതുകൊണ്ട് അവളുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയുന്നില്ല. ഇവിടെ ദോഷപരിഹാര പൂജയ്ക്ക് വന്നപ്പോ വള മോഷ്ടിച്ചതിന്റെ പേരിൽ ശാരദാമ്മയെ അപമാനിച്ചിറക്കി വിട്ടില്ലേ? ആയോഗ്യപ്പയലെ, ഇനി തനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. തന്തയ്ക്ക് വിറക്കയുക തലേ ദിവസം പറഞ്ഞാ കൊള്ളാം. മനസ്സിലായോ? വാങ്ങോ. അല്ല മുതലാളി, പറയട്ടെ ഓടോ. ഓർമ്മ വെച്ചോണം, എന്റെ അമ്മാവനും. വാ. അമ്മേ, ഈ ഗൗണാണോ ഞാൻ ലേഡീസ് ക്ലബിലെ പാർട്ടിക്ക് ഇട്ടോണ്ട് വരേണ്ടത്? അതെ, ഇത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചാണല്ലോ. എന്നിട്ട് ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല അമ്മേ. ആകെ ചുളുങ്ങി കൂടി കിടക്കുകയായിരുന്നു. ഇത് അയൺ ചെയ്ത് വെക്കാൻ ഞാൻ അവളോട് പറഞ്ഞാണല്ലോ. പ്രീതിയോടോ? അതിനൊക്കെ അവൾക്ക് എവിടുന്ന നേരം? എന്റെ അമ്മേ, അവൾ അമ്മയുടെ കണ്ണിൽ പൊടിയിടുക എന്ന് അമ്മയ്ക്ക് ഇതുവരെ പിടികിട്ടിയില്ലല്ലേ? അവൾ അവളുടെ തോന്നിവാസത്തിനാ നടക്കുന്നത്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനോ? ഓ, അമ്മ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൂടെയല്ലേ അവള് ദാമ്പത്യ പൂജയ്ക്ക് പോയത്. എന്നിട്ട് അവൾ ഇവിടെ തിരിച്ചു വന്നപ്പോ അമ്മേ, എന്താടി? ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? വല്യേച്ചി തനിച്ചാ വന്നിരിക്കുന്നേ. ഓ, അതിനിപ്പോ എന്താ? നേരത്തെ അവള് തനിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇതങ്ങനെ അല്ലമ്മേ. വല്യേച്ചി അവിടുന്ന് പിണങ്ങി പോന്ന പോലെയാ. രാജീവ് സാർ എവിടെന്ന് ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെടുക ചെയ്തേ. സാറിന്റെയും വീട്ടുകാരുടെയും കാര്യം ഇനി പറയണ്ടെന്നാ പറഞ്ഞേക്കുന്നെ. വല്യേച്ചി ഇനി അങ്ങോട്ടില്ലത്രേ. ഷെടാ, ഇതെന്തൊരു പാട്. ആ, അതിനി തന്നേക്ക്. ഹോട്ടലിൽ നിന്ന് ആള് കൂടുതലാ ശാരദാമ്മേ. ആരുടെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ വരാം ശാന്തേ. ആ അതെ, നുള്ളീന്നും പിച്ചീന്നും പറഞ്ഞ് നിന്റെ വല്യേച്ചി ഓരോ തവണയും ആവലാതിയായിട്ട് വരുമ്പോഴേ കാവലിരുന്ന് കണ്ണീര് വീഴ്ത്താൻ എനിക്ക് സമയമില്ലെന്ന് അവളോട് പോയി പറ. അമ്മേ,
പുലർച്ചെ മുതൽ പാതിര വരെ നടുവൊടിഞ്ഞ് പണിയെടുത്താലേ ഈ വീട് മുന്നോട്ട് പോകും. ഇത്തിരി ഭാരം ഒഴിയുന്നുള്ള പ്രതീക്ഷയില്ല ഓരോന്നിനെ പടിയിറക്കി വിടുന്നത്. വണ്ടിക്കാളെ പോലെ വലിക്കാൻ ഒരാളുണ്ടെന്ന് കരുതി വീണ്ടും വീണ്ടും ഭാരം എടുത്ത് എന്റെ തൊള്ളിലേക്ക് വയ്ക്കരുതെന്ന് പോയി പറഞ്ഞേക്കേ. എന്താ ശാരദമ്മേ? ഓരോരുത്തർക്കേ ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന്റെ പ്രശ്നമാ. നീ വാ ശാന്തേ, പോവാം. രാജീവിന് ചേർന്ന പെണ്ണ് നീയാണെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞാലും അത് അവൻ അംഗീകരിക്കണമെന്നില്ല. അല്ലാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അത് അവന് തന്നെ തോന്നേണ്ട കാര്യമാണ്. അവന്റെ അറിവോടെയാ ഈ ആലോചന നടന്നെങ്കിൽ നിന്നെ ഭാര്യ എന്ന് പറഞ്ഞ അവൻ പരിചയപ്പെടുത്തുവോ? അമ്മയെ അമ്മാവനൊക്കെ പറഞ്ഞത് തട്ടിയിട്ട് ഇതാ എന്റെ പെണ്ണ്, എനിക്കിവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു പുരുഷന്റെ കൈ. അതാ മോളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ ബലം. ഏത് കൊടുങ്കാറ്റിന്നും പേമാരിന്നും കാത്തോളും നിന്നെ കൈ. ജീവിതത്തിൽ ഒരു തീരുമാനം തെറ്റിയാൽ മതി മോളെ, മൊത്തം താളപ്പിഴകൾ വന്ന് നിറയാൻ. മടിത്തറപ്പിലിരിക്കുമ്പോ മാണിക്യത്തിന്റെ വില അറിയില്ല. കളഞ്ഞു കുളിച്ചാ പിന്നെ അത് തിരിച്ചു കിട്ടണമെന്നില്ല. അച്ഛന്റെ വിധി മോൾക്കുണ്ടാവരുത്. ഞാൻ ചെയ്തത് തെറ്റായ അച്ഛ. ചെറിയൊരു തെറ്റ്. കരയണ്ട. മോൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം രാജീവ് അറിഞ്ഞോ? ഇല്ല, സാർ കോളേജിൽ പോയി കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത്. വിജയലക്ഷ്മിയും കൃഷ്ണകുട്ടിയോ? അവരോടൊന്നും പറഞ്ഞില്ല. മോൾ അവരോട് മുഷിഞ്ഞ് സംസാരിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഈ അബദ്ധം മറ്റാരും അറിയാതെ നമുക്ക് പരിഹരിക്കാം. മോളൊരിക്കോ അച്ഛൻ കൊണ്ടുപോയി ആക്കാം രാജീവിന്റെ വീട്ടിൽ. അച്ഛനോ? അച്ഛൻ തന്നെ. മോളുടെ വീടൊന്ന് കാണാമല്ലോ അച്ഛന്. പിന്നെ ശാരികയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവട്ടെ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും. ഇതാണോ ഭർത്താവാകാനുള്ള യോഗ്യത? അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. എന്ത്? അല്ല, ഇതിങ്ങനെ കെട്ടാൻ പഠിക്കുന്നത്? അല്ല, അതൊരു യോഗ്യതയാണല്ലോ. എന്നാ ഇയാളൊന്ന് കെട്ടിത്തന്നെ. ഇത് കുഴപ്പാ, കംപ്ലീറ്റ് കുഴപ്പാ. ഭാമാന്റെ വിളിച്ചില്ലെങ്കിൽ കയ്യിന്ന് പോവും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്തേ കാണിച്ചേ? മനസ്സിലായില്ല. എന്താ? ഞാനേ
ദിവസം ഈ അഴകിങ്ങനെ കൂടി വരുന്നത്. കള്ളം പറയണ്ട. ആര് കള്ളം പറഞ്ഞേ? എന്താ ഇത് കണ്ടോ? നല്ല റോസാപ്പൂ ഇതള് പോലെ. പിന്നെ ഈ ഉണ്ടക്കണ്ണം. ആന്റി, ആന്റി, സത്യ ആന്റി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ വാക്ക് തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിരിക്കും. അത് മകനായാലും ശരി മരുമകളായാലും ശരി. നടന്നിട്ടുണ്ടെങ്കിലെന്നല്ല, നടന്നുകൊണ്ടിരിക്കുക. സംശയം ഉണ്ടെങ്കിൽ ആന്റി വാ, ഞാൻ കാണിച്ചു തരാം. വാ. ഇയാളെന്തേ കാണിച്ച? ഇയാളെന്താ കാണിച്ച? അത് പിന്നെ ഒരു മുദ്ദുക്കാവും. അതെ, സത്യാമ്മ അറിഞ്ഞാലേ മുത്തുക്കാവ് ഒന്നല്ല, മൊത്തമായിട്ട് കിട്ടും. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, പറഞ്ഞു കേട്ടൊരു കഥയാ. ഒരു 18 വർഷം മുൻപ് ഇവിടെ നടന്നത്. 3 പെൺമക്കളെ പ്രസവിച്ച ഭാര്യയെ ഉപേക്ഷിച്ച് ഒരു മാന്യൻ ഒരു സുപ്രഭാതത്തിൽ വേറൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടി. ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീയുടെ പേര് ശാരദ എന്നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ശാരദയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ നെഞ്ചു പൊള്ളിയാന്. ഇവിടെ രാജീവനും ശാരികയ്ക്കും കുട്ടികളൊന്നുമില്ല. തുറന്നങ്ങ് പറഞ്ഞ അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. സ്വന്തം കണ്ണിലെ കമ്പെടുത്ത് മാറ്റിയിട്ട് പോരേ ഗോപാലകൃഷ്ണ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ടാ, ഞാൻ നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ തിരിച്ചടിയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഇല്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇതിൽ വന്ന് പെട്ടുപോയതാ. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങളുടെ 2ാം ഭാര്യ രാജേശ്വരിയെയാ. അല്ല, നിങ്ങൾ വിചാരിച്ച ഈ വിഷയം ഇപ്പൊ ലളിതമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ശാരദാമ്മയ്ക്ക് സ്ത്രീധനായി കിട്ടിയ 30 പവൻ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ ഇരിപ്പില്ലേ? അതല്ലേ അന്ന് രാജീവിന്റെ നിശ്ചയത്തിന് രാജേശ്വരി എടുത്തോണ്ട് വന്നത്. അത് കാണിച്ചല്ലേ രാജേശ്വരി ശാരദാമ്മയ്ക്ക് മുക്കുപണ്ടം കൊടുത്ത് പറ്റിച്ചത്. അതിങ്ങെടുത്ത് തന്നാ മതിയെന്നേ. അതല്ലെങ്കിൽ വീട് സ്ഥലവുമായിട്ട് സ്വത്ത് കുറെ കിടപ്പുണ്ടല്ലോ, അതിന്ന് കുറച്ചങ്ങ് വിറ്റാ മതി. ഒരു 10-15 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഗോപാലകൃഷ്ണന് ഒരു പ്രശ്നമാണോ? സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇതേ കൈപ്പടയിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എഴുതി ചേർക്കാം. അല്ല, ഈ സ്വത്തുക്കൾക്ക് എങ്ങനെ വീതം വെക്കണമെന്നാ ചേച്ചിയുടെ പ്ലാൻ?
ഗോപാലകൃഷ്ണ നടക്കുവോ? അതാണ് 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 സ്വന്തം മണത്തിന്റെ കാര്യത്തില് എല്ലാവർക്കും കരുതലുണ്ട്. നിങ്ങളുടെ മകളോട് നിങ്ങൾ കാട്ടാത്ത കരുണ ഞങ്ങളുടെ മരുമകളോട് ഞങ്ങൾ കാട്ടണോ? ഇനി ഗോപാലകൃഷ്ണനോട് ഞങ്ങളുടെ വക ഒരു അഭ്യർത്ഥനയുണ്ട്. കാര്യം ശാരിക നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷേ അവളുടെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ശാരദാമ്മയുടെ വീട്ടിൽ നിങ്ങളിങ്ങനെ കയറി ഇറങ്ങുന്നതിന് നാട്ടുകാര് വല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കും. ശാരദാമ്മയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഗോപാലകൃഷ്ണൻ അവസാനിപ്പിച്ചതല്ലേ? ഇപ്പോ നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. നാട്ടുകാരെ അത് ഇതുമൊക്കെ പറഞ്ഞ ഞങ്ങളുടെ രാജീവിനാ കുറച്ചില്ലേ? അവൻ ഈ നാട്ടിൽ കോളേജിൽ പഠിപ്പിക്കാനുള്ളതല്ലേ? ശാരദമ്മയുടെ വീട്ടിൽ പോകുന്നതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഇഷ്ടം. പക്ഷേ ശാരികയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങാം. അതാ നല്ലത്. അച്ഛാ, വിജയേ, നീങ്ങി വന്നേ. മോള് ചായയും കൊണ്ടുവാ. ചായ മാത്രം മതി മോളെ. അച്ഛനെന്താ പെട്ടെന്ന് പോണേ? പെട്ടെന്നല്ലല്ലോ, അച്ഛൻ ഇത്രയും നേരം അവരുമായിട്ട് സംസാരിക്കായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ മോശമായിട്ട്? ഏയ്, ഞങ്ങളിങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. ശരി മോളെ, ഞാൻ ഇറങ്ങാം. ഞാൻ പറഞ്ഞതെപ്പോഴും മോളുടെ ഓർമ്മയിലുണ്ടാവണം. ബന്ധങ്ങൾ മുറിയാതെ നോക്കണം. മുറിഞ്ഞാ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഒരിക്കലും. പോട്ടെ. പ്രീതി, ശാലിനി, എന്താ പ്രീതി? എന്നെ DNA ടെസ്റ്റിന് കൊണ്ടുപോവാ ശാലിനി. ഇപ്പോഴോ? വിഷമിക്കണ്ട പ്രീതി, അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവില്ലേ? പിന്നെ പ്രീതിയെ സംശയം പറയാനാവില്ലല്ലോ വസുമതി ആന്റിക്ക്. ശരി തന്നെയാ ശാലിനി, പക്ഷെ അമ്മ ഇതറിയോന്ന? സത്യം എങ്ങനെ അറിയാനാ? എന്നാലും എനിക്കൊരു പേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ടെസ്റ്റ് നടത്തുമ്പോൾ ശാലിനി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. അതിനെന്താ, ഞാൻ വരാം. ശരി, ഫോൺ വെച്ചോ, ഞാൻ ഉടനെ വരാം. ശരി. എല്ലാം കൂടെ ആന്റിയെ കബളിപ്പിക്കുകയാണല്ലേ? ഇതുവരെ സുസ്മിത പയറ്റിയതെല്ലാം കുതന്ത്രങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ നീയൊക്കെ വന്ന് വീഴാൻ പോകുന്നത് സ്വയം ഒരുക്കിയ കെണിയില. ഒരു വെടിക്ക് രണ്ടല്ല, 20 പക്ഷേ വീഴ്ത്തി കാണിച്ചു തരാം ഈ സുസ്മിത. ശരിയാക്കി തരാം ശാലിനി. സുസ്മിതേ, എവിടെയാ നീ? ഇവിടെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ആന്റി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റും നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല ആന്റി. പറ്റാൻ പോകുന്നത് ആന്റിക്കാ. മനസ്സിലായില്ല. സത്യഭാമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ആദരവോടെ നിന്നിരുന്നവർ നാളെ മുതൽ ആന്റിയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കും. നീ കാര്യം പറ സുസ്മിത. ആന്റിയുടെ പുന്നാര മരുമകളുണ്ടല്ലോ ശാലിനി, അവള് പ്രീതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. എന്തിന്? DNA ടെസ്റ്റിന്. വേറെന്തിനാ? ദാസനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ വരില്ല. എന്താമ്മേ ആരെ നീ ഇത്ര തിടുക്കപ്പെട്ട് വിളിക്കുന്നത്? ഞാൻ ദാസന് ഞാനിപ്പോ ചെല്ലുന്നില്ലെന്ന് പറയണ്ടേ? നീ ചെല്ലാതിരിക്കുമ്പോഴേ അക്കാര്യം അവന് മനസ്സിലായിക്കോളും. നിനക്ക് അപ്പോയിന്റ്മെന്റ് തന്നെ വെയിറ്റ് ചെയ്യാൻ അവൻ ആരാ? ജില്ലാ കളക്ടറോ? വിളിക്കുന്നില്ല. ഫോൺ താ. ഡ്രൈവിംഗിനിടയിലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആവും അത്. അമ്മ ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടാ കയ്യിൽ വെക്കുന്നത്? ഇതെന്റെ കയ്യിലെ ഭദ്രമായിട്ട് ഇരുന്നോളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ശാലിനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കോ? നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടാ. എങ്ങോട്ടാ? ആദ്യം നീ വണ്ടി എടുക്ക, എന്നിട്ട് ഞാൻ പറയാം എങ്ങോട്ടാ പോണ്ടേന്ന്. ഉറപ്പായിട്ട് എന്തോ കുഴപ്പമുണ്ട്. വിഷ്ണു വണ്ടി എടുക്കടാ. സീറ്റ് ബെൽറ്റ് ഉണ്ടേ? സേഫ്റ്റി. ഈ ആന്റി ഇനി വരില്ലേ? രണ്ടിനെയും കൈയോടെ പിടിക്കാനുള്ള ഒരു സുവർണ അവസര. എടുക്കുന്നില്ലല്ലോ. അങ്ങോട്ട്. അല്ല, ഇത് ഹോസ്പിറ്റലിലേക്കുള്ള റോഡല്ലേ? എന്താ ഹോസ്പിറ്റലിലേക്ക് ഓടില്ലേ ഈ കാറ്? അമ്മ ഹോസ്പിറ്റലിലേക്ക് പോണെങ്കിൽ പ്രീതി DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടാവും അർജുന്റെ അമ്മ. എന്റെ ദൈവമേ. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ശാലിനി വിളിച്ച് വിവരം പറയാം. ഒളിവിലും മറവിലും ഇവിടെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നപ്പോ ബഹുമാനമല്ല, ചെകിട്ടത്തിന്ന് പൊട്ടിക്കാണ് എനിക്ക് തോന്നുന്നത്. DNA ടെസ്റ്റോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോളുടെ അഭിനയെ തീരെ പോരാ. ഇവിടെ അതിലും കൈമി. പക്ഷെ എത്ര വലിയ അഭിനയമാണെങ്കിലും ഈ മുഖം മൂടി എപ്പോഴെങ്കിലും അഴിഞ്ഞു വീഴും. ദാ ഇവളുടെ ഈ കുനിഞ്ഞ മുഖം, പിടയ്ക്കുന്ന കണ്ണുകൾ, ശരീരമാകെ പടർന്ന വിറയൽ, അതൊക്കെ എന്നോട് വിളിച്ചു പറയുന്നുണ്ട് നിന്നെ എന്തു പരിശോധനയ്ക്കാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. എപ്പോഴെങ്കിലും ഇത്തിരി അലിവ് എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി തീർന്നെന്ന് കരുതിക്കും. മേലിൽ സത്യഭാമയുടെ നിഴലിൽ പോലും ചവിട്ടാനിടയാവരുത് നീ. സത്യഭാമയുടെ മനസ്സിലോ വീട്ടിലോ ഇനി നിനക്ക് സ്ഥാനമില്ല. വിഷ്ണു അടക്കം ഏത് കൊടുങ്കാറ്റ് ഇളകി വന്നാലും സമാധാനം പറഞ്ഞോളാം ഞാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കിടന്നിങ്ങനെ ചീഞ്ഞു നാറാതെ ഒന്ന് ഒഴിഞ്ഞു മാറടി. അമ്മ ശാലിനി എങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? ശാലിനിയെ കൈയോടെ പിടിച്ചു വിഷ്ണുവേട്ടാ. അർജുൻ പ്രീതിയെ സ്വീകരിക്കുന്നതിന് ഉപാധികളൊന്നും ഇല്ലെന്നല്ലേ ഇവള് പറഞ്ഞിരുന്നത്.
ഇപ്പൊ ഇവള് തന്നെ DNA ടെസ്റ്റിന് പ്രീതിയെ ഇവിടെ കൊണ്ടുവന്നത് പൊക്കി. ആന്റി നമ്മുടെ വീടിനെയൊക്കെ നാണം കെടുത്തിയ ഇവളെ പറഞ്ഞയക്കാൻ പോവാ. പ്രീതി ഇവിടെ കൊണ്ടുവന്നത് DNA ടെസ്റ്റിനാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ശാലിനി പറഞ്ഞു. ആ അതോ പ്രീതിയോ? അല്ല, അവളാണല്ലോ പറയേണ്ടത്. ഞാനിവിടെ നോർമൽ ചെക്കപ്പിന് വന്നതാ വിഷ്ണുട്ടാ. ഇവളങ്ങനെ പറയും. ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി ഇവൾ എന്ത് കള്ളവും പറയും. ആയിക്കോട്ടെ, ചെക്കപ്പ് നടത്തിയ ഡോക്ടർ കള്ളം പറയില്ലല്ലോ. ഇല്ല, കള്ളം പറയില്ല. നമുക്ക് ഡോക്ടറെ തന്നെ വിളിക്കാം. കുഞ്ഞിന്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അറിയാൻ എല്ലാ ഗർഭിണികൾക്കും നടത്താറുള്ളത് പോലെ. ഇവളുടെ കാര്യം തന്നെയാണോ ഡോക്ടർ പറയുന്നത്? ഇവളുടെ മുഖത്തേക്കൊന്ന് ശരിക്കും നോക്കിയേ. പ്രീതിയാ, പ്രീതി. എന്റെ കാഴ്ചയ്ക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇത് പ്രീതി, ഹസ്ബൻഡിന്റെ പേര് അർജുൻ. ഇത് സത്യാമ്മയുടെ ആരാ? മരുമകളാ. ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. സത്യാമ്മയുടെ മകളുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഇഷ്ടാനിഷ്ടങ്ങൾ, കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കാണാപ്പാടവാ ഈ കുട്ടിക്ക്. ഹോസ്പിറ്റലിൽ എല്ലാ പരിചരണവും നൽകി കൂടെ നിൽക്കുന്നു. സത്യാമ്മയ്ക്ക് പോലും ഇത്രയും ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സത്യാമ്മ എന്തിനാ ചെക്കപ്പിന്റെ കാര്യം അന്വേഷിച്ചത്? അത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചാൽ മതിയല്ലോ. പ്രീതിയുടെ ചികിത്സാ വിവരങ്ങൾ എന്നേക്കാൾ അറിയാവുന്നത് ഈ കുട്ടിക്കാ. കുഞ്ഞിന്റെ വളർച്ച പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും നോർമൽ. ഡോക്ടറെ, ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? എന്തുപറ്റി? എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോ DNA ടെസ്റ്റ് നടത്തിയെന്ന് പറയണോന്ന് പലവട്ടം പറയുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ടൊരു അബ്നോർമാലിറ്റി തോന്നുന്നു. അത് ചെറിയൊരു തകരാറുണ്ട്. അപ്പോ അതും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ ഇവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതേ. അത് ഡോക്ടറെ വേറൊന്നുമല്ല, ഇവളുടെ പിതൃത്വം സംബന്ധിച്ചൊരു തർക്കം. ഈ അച്ഛനും അമ്മയും തമ്മിലേ അന്ന് മുതലാ സമനില തെറ്റിയത്. ഈ DNA ടെസ്റ്റ് നടത്തി അച്ഛൻ തന്നെ അച്ഛനെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞേ അന്ന് മുതലുള്ള നടപ്പാ. വിഷ്ണു, പിന്നെന്താ ഞാൻ പറയേണ്ടത്? എന്തു പറ്റി? അല്ല, അമ്മയ്ക്കിത് പുറത്താരും അറിയണത് ഇഷ്ടല്ല. കൂട്ടുകാരുടെ മകളാ. സോറി. വിഷ്ണുട്ടാ, ഞങ്ങളിവിടെ പാർക്കിംഗ് ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വരുന്നു വിഷ്ണുട്ടാ. ഇതാ വരുന്നു. അതെ, എക്സ്ക്യൂസ് മീ. താൻ ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. ഞാൻ ഭാമാന്റിയുടെ കൂടെ പോന്നോളാം. ശരി.
അതെ, ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടി അറിയോ? ഇല്ലല്ലോ. ഓ, ഹോസ്പിറ്റൽ ആകെ തെരഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ അവളെ. എന്തായാലും പാർക്കിങ്ങിലേക്ക് വരുമല്ലോ. ഇവളെ കാറ് കയറ്റി അങ്ങ് കൊന്നാലോ? ഇതൊന്നും ലേറ്റേ ബാക്കിയാണ്. പക്ഷേ ഗോപാലേട്ടനിപ്പോ മറ്റൊരു ഭാര്യയുണ്ട്. അതിനിടെ ഗോപാലേട്ടൻ അടിക്കടി ഇവിടെ വരുന്നത്. മനസ്സിൽ മറ്റൊരു വിചാരവുമായല്ല ശാരദ ഞാൻ വന്നത്. ഇതുവഴി ഒരു അത്യാവശ്യത്തിന് പോവായിരുന്നു. വിശപ്പ് തോന്നിയപ്പോ അടുത്തൊരു ഹോട്ടലുള്ള കാര്യം ഓർമ്മ വന്നു. വിശന്ന് വലഞ്ഞു വരുന്ന ഒരു അപരിചിതന് കിട്ടുന്ന പരിഗണന പോലും കുടുംബശ്രീന്ന് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അയ്യോ സാരമില്ല. അയ്യോ ഗോപാലേട്ട പോലെ. ഗോപാലേട്ടൻ ഭക്ഷണം കഴിക്കാനാ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാ ഇങ്ങോട്ടിരിക്കാം. അല്ല, ഞാനിവിടെ വരുന്നത് നിനക്കും മക്കൾക്കും മാനക്കേടാണെങ്കിൽ വേണ്ട ശാരദ, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി കഴിച്ചോളാം. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഗോപാലേട്ടാ. ഗോപാലേട്ടന് എന്റെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ നാട്ടുകാര് പലവിധമല്ലേ, പലതും പറഞ്ഞെന്നിരിക്കും. അതിനിപ്പോ ഞാൻ വീട്ടിലെ ഊണുമുറിയിരുന്നല്ലോ ശാരദ കഴിക്കുന്നത്, കുടുംബശ്രീ ഹോട്ടലിലല്ലേ. മനസ്സിലായി ഗോപാലേട്ടാ. ഞാൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്ക്. വാ ഇരിക്ക്. ഇത് ശാരദാമ്മയ്ക്ക് മാറ്റിവെച്ചതല്ലേ? ഇത് അയാൾക്ക് കൊടുത്താ ശാരദാമ്മ എന്ത് കഴിക്കും? ആ ചോറിങ് എടുക്ക് ശാന്തേ. ഇങ്ങോട്ട് നീ കറി എടുത്തുണ്ടോ? അല്ല സാമ്പാർ തന്നെയല്ലേ ഇഷ്ടം? അതെ. നീ കഴിച്ചതാണോ ശാരദ? ഞാൻ കഴിച്ചു. എന്തേ? അന്നത്തെ അതേ രുചി. അന്ന് നീ നമുക്ക് മാത്രമായൊരു വിഭവം ഉണ്ടാക്കുമായിരുന്നല്ലോ. ആ പൈനാപ്പിൾ അച്ചാറ് അതുണ്ടാവോ കുറച്ചെടുക്കാൻ? അത് ശാന്തേ, ആ പൈനാപ്പിൾ അച്ചാറല്ലേ അതിങ്ങെടുത്തുള്ളൂ. ആ ശാന്തേ, തിരിച്ചു വരുമ്പോഴേ ഊണ് റെഡി എന്നുള്ള ബോർഡ് അങ്ങ് മാറ്റിയേക്കണേ. എടുത്തിട്ട് വാ, വേഗം എടുത്തിട്ട് വാ, ചെല്ല്. ഭാമ എങ്ങോട്ടാ പോയത്? ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണല്ലോ പോയത്.
വിഷ്ണുവിനെ കൂട്ടിയാണല്ലോ പോയത്. അവനൊന്നും പറഞ്ഞില്ല. എങ്ങോട്ടാ ഭാമേനി ഒന്നും പറയാതെ പോയത്? സീമന്ത ചടങ്ങിന് സമയമായി എന്റെ മോൾക്ക്. അവളെ പൊന്നും പട്ടും ചൂടി ഒരുക്കുന്നതിന് പകരം വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ DNA ടെസ്റ്റിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാലേ എനിക്ക് ക്ഷമിക്കാനാവോ രാഘവേട്ട? ഭാമയോട് ആരായി മണ്ടത്തിലൊക്കെ പറഞ്ഞത്? വായ പോയ ഏതെങ്കിലും കോടാലിയായിരിക്കും. വിട്ടുകള ഭാമയെ. അവസരം മുതലാക്കുകയാണല്ലോ ഈ കാർന്നൂര്. അല്ല, ഭാമ എങ്ങോട്ട് ഇപ്പൊ പോയത്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രീതി ഉണ്ടായിരുന്നു അവിടെ? പ്രീതി ഉണ്ടായിരുന്നു. അതെച്ചാ ശാലിനി പ്രീതിയെ മന്ത്ലി ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുപോയതാ. നോക്കച്ച അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ട. അതെ, പ്രീതിയുടെ കാര്യങ്ങള് ശാലിനി വേണ്ട സമയത്ത് നോക്കിക്കൊണ്ടും ചെയ്യുന്നതിന്റെ സന്തോഷം ഇത്. അതെ അതെ. ഞാനെന്താ ചെയ്യില്ലെന്നാണോ? അതിന് നീ ചെയ്തില്ലല്ലോ സുസ്മിത. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് ആദരവും അംഗീകാരവും കൊടുക്കും ഈ സത്യഭാമ. ആന്റിക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയ കുഴപ്പമാണല്ലോ. ഇത് മുളയിലേ നുള്ളണം. എന്താ ഒരു വഴി? ആ, അത് തന്നെ. ഇതല്ലേ അവളുടെ ബാഗ്? കാണിച്ചു തരാടി ഞാൻ. അവളുടെ ഒരു തുണി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നിനക്ക് എന്റെ ബാഗിനോടും ഡ്രസ്സിനോടും ഒക്കെ പെട്ടെന്നൊരു പ്രേമം? അത് നിന്നോടുള്ള പ്രേമം തന്നെയാടി. ആന്റിയെ കാണിച്ചു കൊടുക്കാൻ. നീ നിന്റെ ആന്റി എന്ത് കാണിച്ചു കൊടുക്കുമെന്ന്? ആന്റിയുടെ ഉള്ളിൽ ഇപ്പൊ നിന്നെ കുറിച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. എനിക്കത് തകർക്കണോടി. ശാലിനി, സത്യാമ്മേ, ശാലിനി പ്ലീസ്. ശാലിനി വേണ്ട, വീട് സുസ്മിത. ശാലിനി ഒന്ന് നിക്ക്. സത്യാമ്മേ, ശാലിനി ഞാൻ പറയുന്നത് സത്യാമ്മേ. എന്താ മോളെ? ശാലിനി വേണ്ട. എന്താ എന്താ ഇവിടെ? ഇതാ ഈ നിൽക്കുന്ന സുസ്മിതയെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും സത്യാമ്മ വിശ്വസിക്കാറില്ലായിരുന്നു. ഇവള് ചെയ്യുന്ന തെറ്റുകൾക്ക് തെളിവ് സൂക്ഷിക്കുന്ന പതിവും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വ്യക്തമായ തെളിവായിട്ടാ ഞാൻ സത്യാമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. കണ്ടു നോക്ക് ഇവളെന്താ ചെയ്ത.
നോക്കട്ടെ നമ്മ പ്രീതിയെ ഞാൻ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ഇവളെ ചൊടിപ്പിച്ചത്. പ്രീതിയോടും എന്നോടുള്ള ദേഷ്യം അതാ സത്യാമ്മ ഇപ്പൊ കൺമുന്നിൽ കണ്ടത്. സുസ്മിതേ, ആന്റി അതങ്ങനൊന്നും അല്ല ആന്റി. പിന്നെ എന്താടി ഞാൻ കണ്ടത്? അത് ശാലിനിയെ പറ്റി പറഞ്ഞ ഏഷണികളൊക്കെ ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ അവള് പ്രീതിയെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കുറ്റമാ അല്ലടി? അതെ അമ്മേ, അമ്മ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. ആന്റി ചെറിയൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ? ചെറിയ തെറ്റ് അല്ലടി. പ്രീതി എന്ന് പറയുന്നത് എന്റെ ഹൃദയമിടിപ്പാ. അവളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുന്ന അവള് ഭയന്നെങ്കിലും ആ കുഞ്ഞാടി എന്റെ പ്രാണൻ. അതിനു വേണ്ടിയാ ശാലിനി പ്രീതിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ നിനക്ക് എല്ലിനിടെ കുത്തുന്നു അല്ലേ ആന്റി? ദേ കൊണ്ടുപോകരുത് നിന്നെ എന്റെ മുന്നിൽ ഇനി. ആന്റി ഇറങ്ങടി. ചവിട്ടി പൊളിക്കേ. യാരത്? തമിഴ சொல்லு യാരത്? ഞാനേ ഒരു പാവം മലയാളിയാണേ. ഇതാരാണാവോ? പുരച്ചി തലവ്യ. நான் നാഗവല്ലി. നാഗവല്ലി നല്ലേ? നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ നാഗവല്ലി. പറഞ്ഞില്ലേ നാന്ത സംക്രം തമ്പി. കഥക്ക് തുറ നാഗവല്ലി. കഥക്ക് തുറ തുറക്കാൻ.